ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ന് ദേവമംഗലത്ത് നിന്ന് മടങ്ങിയെത്തിയ ഉദയഭാനുവിന് ഒരു സമാധാനവും ഇല്ല. തൻ്റെ മകളുടെ ജീവിതം ഇനി എന്തായി തീരുമെന്നോർത്ത് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉദയഭാനു. ആനന്ദിനോട് ഒന്നുകൂടി പോയി ദേവിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ഉദയഭാനു തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് ആനന്ദിനെ കാണാനായിട്ട് കാത്തു നിൽക്കാം. അപ്പോൾ ഉദയഭാനുവിനെ കാണുന്ന ആനന്ദിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഉദയഭാനു വഴിയിൽ വെച്ച് കാണുന്നത്. മോനെ, ദയവ് ചെയ്ത് ദേവിമോളോട് ദേഷ്യമൊന്നും നീ കാണിക്കരുത് എന്ന് വീണ്ടും പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദിന് ദേഷ്യം വരിക. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ മോളെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ശാരീരിക ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ മോള് പറഞ്ഞോ എന്ന് ചോദിക്കും. അല്ല മോനെ, അവക്ക് നീയില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. നീ ദയവ് ചെയ്ത് അവളെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അതിൻ്റെ ശിക്ഷ എൻ്റെ മോൾക്ക് കൊടുക്കരുത് എന്ന് പറയാണ് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ മോളും എന്നോട് ചെയ്തു കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ വരെ നശിപ്പിച്ചവളാ നിങ്ങളുടെ മകള്. അവളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് വേണ്ട. അത്രയ്ക്കങ്ങോട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മകളെ വിളിച്ചോണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോ എന്ന് ആനന്ദ് പറയണം. എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? നീയില്ലാതെ എൻ്റെ മോള് ജീവിക്കില്ല. നീ അവളെ ഉപേക്ഷിച്ചാൽ ഒരു നിമിഷം പോലും അവൾ ജീവിച്ചിരിക്കില്ല. എനിക്കെൻ്റെ മോളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അവളുടെ സന്തോഷവും ജീവിതവും ഒക്കെ നിന്നോടൊപ്പം ദേവമംഗലത്ത എന്ന് പറയണം. ഹോ, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. നിങ്ങളും നിങ്ങളുടെ മോളും എന്തൊക്കെ എന്നോട് ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണല്ലോ ഈ കണ്ട കള്ളത്തരങ്ങളെല്ലാം നിങ്ങളുടെ മോള് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. അതൊക്കെ നിവൃത്തികേടുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ അവള് പറഞ്ഞത് എന്ന് ചോദിക്കുക. ഒന്നും പറയണ്ട. ഒരു കുടുംബത്തെ മുഴുവനും ചതിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മകള് കയറി വന്നു. അതിനുശേഷവും പല കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് കള്ളം പറഞ്ഞ് ചതിച്ചു. അതൊക്കെ ഞാൻ ക്ഷമിച്ചത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ. അവസാനം അവളുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ കുഞ്ഞു പോലും ഇല്ലാത്ത അവസ്ഥയല്ല ഞാൻ. അതിനൊക്കെ കാരണക്കാരി നിങ്ങളുടെ മോളാ. ഇനി നിങ്ങളുടെ മോളുടെ വക്കാലത്തും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലോട്ടെങ്ങാനും വന്നാൽ ചിലപ്പം പ്രായം മറന്ന് ഞാൻ വല്ലതും ചെയ്തു പോകും എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആനന്ദ് വണ്ടി എടുത്ത് അവിടുന്ന് പോവുക. അത് കാണുമ്പോൾ ഉദയഭാനുവിന് ഒരുപാട് സങ്കടം വരിക. തൻ്റെ മോളുടെ ജീവിതം ഇനി എന്താകും? ആനന്ദിൻ്റെ ആട്ടും തുപ്പും കേട്ട് ദേവി അവിടെ എത്ര നാൾ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഉദയഭാനു ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവളോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞാലും അവൾ ഒരിക്കലും വരാനും പോകുന്നില്ല എന്ന് ഉദയഭാനുവിന് നല്ല നിശ്ചയമുണ്ട് കേട്ടോ. ഇതേ സമയം വൈകുന്നേരം നമ്മുടെ ബാലൻ ഫോട്ടോയൊക്കെ ആയിട്ട് വന്ന് എല്ലാവരെയും കാണിക്കുക. എന്നിട്ട് പറയും, ഈ ചെറുക്കം എങ്ങനെയുണ്ട് എന്ന് ഗോമതിയോട് ചോദിക്കുക. അപ്പോൾ ഗോമതി പറയും, നല്ല പയ്യനാണല്ലോ. അല്ല ബാലേട്ടാ, ഇതാരാ? ഇതെന്തിനാ എന്നെ കാണിച്ചത് എന്ന് ചോദിക്കുക. പിന്നെ നീ കാണണ്ടേ ഗോമതി, അനുവിന് വേണ്ടി ഞാൻ ആലോചിച്ച പയ്യനാ. അവരോട് ഞായറാഴ്ച വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഗോമതി മാത്രമല്ല, മീനുവും അതുപോലെ ധർമ്മനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും. എന്താ ബാലേട്ട ഈ പറയുന്നേ? ഇന്ന് രാവിലെ അല്ലേ ബാലേട്ടൻ അവൾക്ക് കല്യാണം ആലോചിക്കണമെന്ന് പറഞ്ഞത്? ഇത്ര വേഗം ചെറുക്കൻ്റെ ഫോട്ടോ വരെ ശരിയായോ എന്ന് ചോദിക്കുക. ഞാനൊരു ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിലുള്ള 2-3 ഫോട്ടോകൾ എന്നെ കാണിച്ചു. അതിൽ നിന്ന് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ പയ്യൻ്റെ ഫോട്ടോയാ ഇത് എന്ന് പറയാണ്. എങ്കിലും ഒന്നും ആലോചിക്കാതെ ഇത്ര വേഗം അവളെ കല്യാണം കഴിച്ച് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എടിപിടിന്നായി പോവില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോമതി. പിന്നെ അപ്പം ഗോമതിയോട് പറയും, താൻ തന്നെയല്ലേ എന്നോട് ഇന്ന് സമ്മതം പറഞ്ഞത് അവളെ കല്യാണം കഴിച്ച് അയക്കാനായിട്ട്? നല്ല കുടുംബക്കാരാ. അമ്മ ടീച്ചറായിരുന്നു. അച്ഛനും ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതാ. ചെറുക്കനും ജോലിയുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അവളെ പഠിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം കേട്ടോ. അത്ര മോശമാണെന്ന് കണ്ട ഒരിക്കലും ഞാൻ അവൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവരില്ലെന്ന് തനിക്കറിയില്ലേ എന്ന് ഗോമതിയോട് ചോദിക്കുക. അല്ല, തനിക്കും ഇനി അവളെ കല്യാണം കഴിച്ച് അയപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണേ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് മീനു പറയും, അച്ഛാ, എടിപെടിന്ന് ഇങ്ങനൊരു കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയാം. പിന്നെ കാലാകാലം അവൾ ഈ വീട്ടിൽ ഇങ്ങനെ നിന്നാൽ മതിയോ എന്ന് അപ്പം മീനുവിനോട് ബാലൻ ചോദിക്കും കേട്ടോ. അപ്പം മീനു എന്ത് പറയണമെന്നറിയാതെ ബാലന് മുഖത്തേക്ക് നോക്കുക. അപ്പം ധർമ്മം പറയും, അളിയ, മീനു അതല്ല ഉദ്ദേശിച്ചത്. അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചെറിയ പ്രായവും. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയിട്ട് പതിയെ കെട്ടിച്ചു വിട്ടാൽ പോരെ എന്നാ മീനു ഉദ്ദേശിച്ചത് എന്ന് പറയണം കേട്ടോ. കേൾക്കുന്ന ബാലൻ പറയും, അവളുടെ പഠിത്തത്തിന്റെ ഗുണമൊക്കെ ഞാൻ ശരിക്കും കണ്ടതാണല്ലോ. അവൾക്ക് പഠിത്തത്തിലൊന്നും അല്ലല്ലോ ശ്രദ്ധ, മറ്റു പലതിലും അല്ലേ. അവളുടെ ആ ശ്രദ്ധ കൂടുതൽ കൊണ്ടാ ഇന്ന് ഈ കുടുംബം ഈ രീതിയിലായി തീർന്നത്. അതുകൊണ്ട് അവളുടെ പഠിത്തത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആരും പറയണ്ട. ഇനിയും ഇവളെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനിയും നിന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റി ഒരു പേരുദോഷം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഭാവി എന്തായി തീരും? ഇപ്പം നാട്ടുകാരും ഇത് അറിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഭാഗ്യം എന്ന് പറയണം കേട്ടോ. അപ്പം മീനു എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. നമ്മുടെ
അനുവിൻ്റെ നിരപരാധിത്വം പറഞ്ഞാലും ഇപ്പോൾ ബാലൻ അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും മീനുവിന് ഉറപ്പാവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മീനു നിൽക്കുക. അപ്പം ഇത്രയും അതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ. പക്ഷെ ബാലനോട് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഇതേ സമയം തന്നെയാണ് ആനന്ദ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം ആനന്ദ് എല്ലാവരും കൂടി കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന കാണുമ്പം ചോദിക്കും, എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് ധർമ്മം പറയും, എടാ നമ്മുടെ അനുമോൾക്ക് വേണ്ടി ഒരു കല്യാണാലോചന അളിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കാണിച്ചു തരുമായിരുന്നു. ദേ നീ നോക്കിക്കേ, നല്ല പയ്യനാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാന്നാ പറഞ്ഞത് എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പം ആനന്ദ് ഒരു പുച്ഛത്തോടു കൂടി അച്ഛനെയും അമ്മയും നോക്കുക. എല്ലാവരും ഇത്ര വേഗം എനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ബാലൻ പറയും, നീ എന്താ മോനെ ഈ പറയുന്നത്? ഇവിടെ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. ഒരു മരണം തന്നെ നടന്ന വീടല്ലേ അച്ഛാ, എൻ്റെ കുഞ്ഞ് മരിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾക്കൊക്കെ അത് മറന്ന് കല്യാണവും ആഘോഷവും ഒക്കെ പറ്റി സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുക. എല്ലാവർക്കും ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നുള്ളല്ലേ എൻ്റെ കുഞ്ഞ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്തൊക്കെയാ ഈ പറയുന്ന മോനെ? ആ കുഞ്ഞ് ഞങ്ങൾക്കും ജീവനായിരുന്നില്ലേ, അതിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അത് മറന്നുകൊണ്ട് ഇത്ര വേഗം അനുവിൻ്റെ കല്യാണക്കാരുമൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആനന്ദിന് സത്യാവസ്ഥകളൊന്നും അറിയില്ലല്ലോ അനുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ ബാലനും ഗോമതിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവൻ തങ്ങളെ തെറ്റിദ്ധരിച്ചല്ലോ, എന്ത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും എന്നറിയാതെ നിൽക്കാം. അപ്പോൾ ഗോമതി പറയും, അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചെന്നാ ബാലേട്ടാ തോന്നുന്നത്. അവൻ്റെയും ദേവിമോളുടെയും സങ്കടം കാണാതെ നമ്മളിവിടെ അനുമോക്ക് കല്യാണം ആലോചിച്ചത് കണ്ട അവന് നമുക്ക് ആർക്കും അവൻ്റെ സങ്കടത്തിൽ ഒരു വിഷമവും ഇല്ലെന്ന് വിചാരിച്ച് കാണില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പം ബാലൻ പറയും, സത്യങ്ങൾ നമുക്ക് അവനോട് പറയാൻ പറ്റുമോ ഗോമതി? ഇപ്പം ഇങ്ങനൊരു കല്യാണാലോചനയ്ക്ക് തന്നെ സംഭവങ്ങളാണെന്ന് പറഞ്ഞാൽ അവന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് തനിക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബാലനോടൊക്കെ ആ രീതിയിൽ സംസാരിച്ചത് റൂമിലിരുന്ന് നമ്മുടെ ദേവി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി ആനന്ദേട്ടൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, ആനന്ദേട്ടൻ എന്ത് വർത്താനോ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്? ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് ആനന്ദേട്ടനും അറിയാവുന്നതല്ലേ. എന്നിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആനന്ദേട്ടൻ എന്നു മുതലേ ശീലിച്ചത് എന്ന് ചോദിക്കാം. ദേ നീ കൂടുതലൊന്നും എന്നോട് പറയണ്ട, നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ ഉള്ളവരുടെയൊക്കെ സ്നേഹം എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായതാ. നിനക്ക് പിന്നെ എൻ്റെ കുഞ്ഞിനോട് നല്ല സ്നേഹമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടത്. എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ചതുർത്തിയ, എൻ്റെ മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേവിയെ പിടിച്ച് തള്ളു കേട്ടോ. അപ്പോൾ ദേവി, ആനന്ദേട്ട എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ആനന്ദേട്ട ഇത്രയേറെ അവഗണന എന്നോട് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആനന്ദിൻ്റെ മുന്നിലേക്ക് കെഞ്ചിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ആനന്ദിന് ദേഷ്യം വന്ന ദേവിയെ തല്ലാനായിട്ട് തുടങ്ങുക. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മീനു വരുന്നത്. അപ്പം ആനന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് മീനു അതിനെ തടയും. ആനന്ദേട്ടൻ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? ദേവിയെടുത്തയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ ആനന്ദേട്ടൻ എങ്ങനെ സാധിക്കുന്നു? ദേവിയെടുത്തയുടെ അവസ്ഥ ആനന്ദേട്ടൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹോ, എല്ലാവർക്കും എല്ലാവരുടെ അവസ്ഥ അറിയാം, എന്നെ മാത്രം മനസ്സിലാക്കാനാ ഈ വീട്ടിൽ ആളില്ലാത്തത്. ഞാൻ മാത്രം കല്ലാണല്ലോ, എനിക്ക് സങ്കടവും വിഷമവും ഒന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങ് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കാണുന്ന മീനുവിന് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ദേവിയെ നോക്കി നിൽക്കാം. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയുടെ അടുത്തേക്ക് മീനു ചെല്ലുക. ഏടത്തി സങ്കടപ്പെടണ്ട, ആനന്ദേട്ടൻ ഏടത്തിയോട് എപ്പോഴും എങ്ങനെയാണോ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് വഴക്ക് പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം ദേവി പറയും, ആനന്ദേട്ടൻ്റെ മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ആനന്ദേട്ടൻ ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. എൻ്റെ അശ്രദ്ധ കാരണമാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് ആനന്ദേട്ടൻ കരുതുന്നത്. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേട്ടൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് പേടിയ മീനു. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യങ്ങളും ആനന്ദേട്ടനോട് പറയാത്തത് എന്ന് പറയാം. കേൾക്കുമ്പോൾ മീനുവിന് സങ്കടം വരും കേട്ടോ. ആനന്ദിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പം സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അലോകിനെ മിച്ചം വെച്ചേക്കില്ലെന്ന് നമ്മുടെ മീനുവിനും അറിയാം. അപ്പം ദേവിയുടെ അടുത്ത് എന്നിട്ട് പറയും, എല്ലാം ശരിയാകും ഏടത്തി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ആനന്ദേട്ടൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുക, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആ ഇരുമ്പൊന്ന് മനസ്സൊന്ന് ശാന്തമാകട്ടെ, നമ്മുടെ പഴയ ആനന്ദേട്ടനായിട്ട് മടങ്ങി വരും. ദേവിയെടുത്തോടുള്ള എല്ലാ ദേഷ്യവും മാറും കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിക്കും കേട്ടോ. അപ്പം മീനുവിൻ്റെ വാക്കുകൾ കേട്ടുന്ന ദേവിക്കും ഒരു സമാധാനമൊക്കെ തോന്നുക. മീനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവി കരയാണ് കേട്ടോ. അപ്പം എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ മീനു ദേവിയെ പതിയെ തലോടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് മിത്രയ്ക്ക് ആകെ സംശയമാണ് കേട്ടോ. അപ്പം മിത്രയാണെങ്കിൽ ദേവിയുടെ അടുത്തുനിന്ന് മീനു പോയി കഴിയുമ്പോൾ മീനുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും,
അല്ല ചേച്ചി, അനുമോളാണോ വാതിൽ തുറന്ന് അലോകിനെ വീടിനകത്ത് കയറ്റാൻ സഹായിച്ചത് എന്ന് ചോദിക്കുക. ഏയ് ഒരിക്കലുമല്ല, അനുമോൾക്ക് ഇതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അനുമോളാണ് അവനെ വീട്ടിൽ കയറാൻ സഹായിച്ചതെന്നാ ഇവിടെ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് എന്ന് പറയാണ്. അല്ല ചേച്ചി, അനുമോൾ അല്ലെങ്കിൽ പിന്നെ ആരാ? ഈ വീട്ടിൽ തന്നെയുള്ള ആരുടെയും സഹായമില്ലാതെ അവൻ എങ്ങനെയാ ഇതിനകത്ത് കയറുന്നത് എന്നൊരു ചോദ്യം മിത്ര നമ്മുടെ മീനുവിനോട് ചോദിക്കുക. അത് മിത്ര ചോദിക്കുമ്പോഴാണ് മീനു അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അനു അങ്ങനെ ചെയ്യാത്ത പക്ഷം ആരായിരിക്കും അലോകിനെ ഇവിടെ കയറാൻ സഹായിച്ചത്? പെട്ടെന്ന് അവരുടെ എല്ലാം ചിന്ത സുകന്യയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.